കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മോദി വലിയ രീതിയിൽ രാജ്യത്ത് ഉയർത്തിയിരുന്ന ഒരു സന്ദേശം, ഞങ്ങൾക്ക് 400 സീറ്റ് കിട്ടും, അതോടുകൂടി രാജ്യത്തിന്റെ ഭരണഘടന ഞങ്ങൾ മാറ്റും, രാജ്യത്തിന്റെ പേര് ഞങ്ങൾ മാറ്റും, രാജ്യത്തെ മതരാഷ്ട്രമായി പ്രഖ്യാപിക്കും. ഇതായിരുന്നു മോദിയുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് സന്ദേശം ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചിരുന്നത്. 400 എന്ന് പറയുന്ന ഒരു എണ്ണമല്ല. 400 എന്ന് പറയുന്നത് ലോകസഭയിൽ 2/3 ഭൂരിപക്ഷം കിട്ടിയാൽ ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യും. ഈ ആപത്തിനെ എങ്ങനെയാണ് തുറന്നു കാണിക്കാൻ വേണ്ടി കഴിയുക, ഈ ആപത്തിനെ എങ്ങനെയാണ് എതിർക്കാൻ വേണ്ടി കഴിയുക എന്നുള്ളതാണ് CPIM-ന്റെ 23ാം പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ ചേർന്നപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമെടുത്തത്. RSSന്റെ രാഷ്ട്രീയ മുഖമാണ് BJP. ആ RSSന്റെ രാഷ്ട്രീയ മുഖമായ BJPയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് ജനങ്ങളെ അണിനിരത്തി നേതൃത്വം കൊടുക്കാൻ വേണ്ടി കഴിയണം. അത് CPM മാത്രം വിചാരിച്ചാൽ കഴിയില്ല. അതുകൊണ്ട് സമാന സ്വഭാവമുള്ള BJPയെ എതിർക്കാൻ ശക്തിയുള്ള എല്ലാവരെയും ചേർത്ത് പിടിക്കണമെന്ന ഏറ്റവും ശരിയായ രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു CPIM-ന്റെ കണ്ണൂർ പാർട്ടി കോൺഗ്രസ് സമാപിച്ച് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അന്തരിച്ചുപോയ ഞങ്ങളുടെ പാർട്ടിയുടെ അകാലത്ത് അപ്രതീക്ഷിതമായ സമയത്ത് അന്തരിച്ചുപോയ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്ന സീതാറാം യെച്ചൂരിയുടെ മരണത്തിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ അനുസ്മരണ പരിപാടികളിലെല്ലാം പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളെല്ലാം അനുസ്മരിച്ചതുപോലെ അത്തരമൊരു മുന്നണി ഉണ്ടാക്കുന്നതിൽ, അത്തരമൊരു രാഷ്ട്രീയ കൂട്ടായ്മ ഉണ്ടാക്കുന്നതിൽ അത് വലിയ പ്രക്ഷോഭമായിരുന്നു. ആ രാഷ്ട്രീയ കൂട്ടായ്മയും ആ പ്രക്ഷോഭം വിജയിച്ചുകൊണ്ടാണ് നമുക്ക് ഈ സമ്മേളനം പോലും നടത്താൻ വേണ്ടി കഴിയുന്നത്. അതല്ല, തിരിച്ചായിരുന്നുണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് ഇന്ത്യയിൽ ഏറ്റവും വെറുക്കപ്പെട്ട, ഏറ്റവും ഇഷ്ടമില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയുടെ പട്ടികയിലാണ് CPM നിലകൊള്ളുന്നത്. ആദ്യം തകർക്കുക നമ്മളെയായിരിക്കും, ആദ്യം ഇല്ലാതാക്കുക നമ്മളെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ രീതിയിലായിരുന്നു BJPയുടെ ഒക്കെ ഇടപെടൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. RSSന്റെ ഇടപെടൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ രാഷ്ട്രീയ കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ചെറിയ പാർട്ടിയാണ് നമ്മുടെ പാർട്ടി ദേശീയ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് നോക്കിയാൽ. പക്ഷേ ഏറ്റവും ശരിയായ സന്ദേശം, ഏറ്റവും ശരിയായ കാര്യങ്ങൾ ജനങ്ങൾ മുമ്പാകെ അവതരിപ്പിക്കുന്നതിൽ CPM വഹിച്ചിട്ടുള്ള പങ്ക് ചരിത്രത്തിന്റെ ഭാഗമായി വരും നാളുകളിൽ രേഖപ്പെടുത്തി കിടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മളെപ്പോഴും ജനങ്ങളുടെ ഒപ്പമാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് നമുക്ക് ഏറ്റവും വലുത്. ആ ജനങ്ങളെ നമുക്ക് മതേതര നിലപാടുള്ള ജനങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി കഴിയണം. അതാണ് രാജ്യത്തിന്റെ പൈതൃകം, അതാണ് രാജ്യത്തിന്റെ സംസ്കാരം, അതാണ് രാജ്യത്തിന്റെ ചരിത്രം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. സ്വാതന്ത്ര്യം കിട്ടിയത് 1947-ലാണ്. സ്വാതന്ത്ര്യം കിട്ടിയ ഏതാനും വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ഭരണഘടന അംഗീകരിക്കുന്നത്. ആ ഭരണഘടന ഉണ്ടാക്കുന്നത് പോലും വലിയ പോരാട്ടത്തിന്റെയും പ്രക്ഷോഭത്തിന്റെയും ഭാഗമായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ഭരണഘടന എഴുതി തയ്യാറാക്കി അവസാനത്തെ നാളുകളിൽ അത് ചർച്ച ചെയ്യുമ്പോൾ ഭരണഘടന ആർക്ക് വേണ്ടി എങ്ങനെ സമർപ്പിക്കണമെന്ന വലിയ ചർച്ച കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ നടന്നിരുന്നു. ആ സന്ദർഭത്തിൽ അത്തരം ചർച്ചകളെല്ലാം നടന്നുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ തന്നെ രാജ്യത്തിന്റെ മതേതര സ്വഭാവം നിലനിർത്താനുള്ള വലിയ പോരാട്ടങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നതോടൊപ്പം തന്നെ തകർക്കാനുള്ള ശ്രമങ്ങളും അന്നോട്ട് തന്നെ ആരംഭിച്ചിരുന്നു വർഗീയവാദികളുടെ ഭാഗത്തു നിന്ന്. പക്ഷേ ആ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലെ അവസാനത്തെ ഭരണഘടന അംഗീകരിക്കുന്ന യോഗത്തിനകത്ത് RD കമ്മത്ത് എന്ന് പറയുന്ന MP പറഞ്ഞു, ഈ ഭരണഘടന ദൈവത്തിന്റെ പേരിലാണ് രാജ്യത്ത് സമർപ്പിക്കേണ്ടത്, ജനങ്ങളുടെ പേരിലല്ല സമർപ്പിക്കേണ്ടതെന്ന് പറഞ്ഞു. ആ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ 15 വനിതകൾ ഉണ്ടായിരുന്നു. പശ്ചിമ ബംഗാളിൽ നിന്നുള്ള പൂർണിമ എന്ന് പറയുന്ന MP അതിനെ എതിർത്തുകൊണ്ട് സംസാരിച്ചു. കേരളത്തിൽ നിന്ന് അമ്മു സ്വാമിനാഥനും ദാക്ഷായണിയും ആനി മസ്കിൻ പോലെയുള്ള വനിതകൾ അതിൽ അംഗമായിട്ടുണ്ടായിരുന്നു. അതിനൊരു ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു സമവായത്തിലൂടെ കൊണ്ടുപോകാനായിരുന്നു ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് അസദ് മസാനിയും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരുന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പക്ഷേ വർഗീയവാദികൾ, ഒരു കാര്യം ഞാൻ പറയാം, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും മതവിശ്വാസികളല്ലാത്തവരൊന്നുമല്ല, അവർ ഈശ്വര വിശ്വാസികളൊക്കെ ആയിരുന്നു. മഹാഭൂരിപക്ഷവും അങ്ങനെയായിരുന്നു. മഹാഭൂരിപക്ഷവും ഞാൻ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടുള്ള മൊസാനി പോലും നിരവധി തവണ ഹജ്ജ് കർമ്മം നടത്തിയ ഒരാളാണ്. അദ്ദേഹം ഒക്കെ ആയിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വർഗീയവാദികളായിട്ടുള്ള ആളുകൾ അത് അംഗീകരിച്ചില്ല. വളരെ വിശാലമായ മതേതര ബോധമുള്ള മതവിശ്വാസികളായിരുന്നു ഭൂരിപക്ഷം. അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അവസാനം അത് വോട്ടിനിട്ടു. ദൈവത്തിന്റെ പേരിൽ വേണമെന്ന് പറയുന്നതും ജനങ്ങളുടെ പേരിൽ പറയുന്നതും വോട്ടിനിട്ടു. അങ്ങനെ വോട്ടിനിട്ടപ്പോൾ ദൈവത്തിന്റെ പേര് വേണമെന്ന് പറഞ്ഞവർക്ക് 42 വോട്ടും, ദൈവത്തിന്റെ പേരിലല്ല ജനങ്ങളുടെ പേരിലാണ് വേണമെന്ന് പറഞ്ഞവർക്ക് 63 വോട്ട് കിട്ടിയ ചരിത്രമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ രാജ്യം. ആ ചരിത്രമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ
400 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞ BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടാതെ 240 സീറ്റായി കുറയ്ക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ആ ചരിത്രത്തെ തട്ടി ഉണർത്തി ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുകയും ജനങ്ങളുടെ പൊതുബോധമാക്കി മാറ്റാനും നമ്മുടെ പാർട്ടി ഉൾപ്പെടെ നടത്തിയിട്ടുള്ള നിരന്തരമായ പോരാട്ടങ്ങളുടെയും കൂടി ബാക്കിയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതാണ് വിഷയം. ഇന്നിപ്പോ പാർലമെന്റിൽ വലിയ ബഹളമാണ്. ഭരണഘടനയുടെ ശില്പിയായിരുന്നു അംബേദ്കർ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ അംബേദ്കറെ അമിത്ഷാ അപമാനിക്കുകയാണ്. നിങ്ങൾ എപ്പോഴും അംബേദ്കർ 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 എന്ന പേര് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട, നിങ്ങൾ ദൈവത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി എന്ന രീതിയിലേക്കുള്ള തെറ്റായ പ്രചരണങ്ങളും അപമാനിക്കലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രക്ഷോഭമാണ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടെ ചേർന്ന്. അംബേദ്കർ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പി കൂടിയാണ്. ഈ ഭരണഘടന എഴുതി തയ്യാറാക്കുന്നതിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ ചരിത്രമാണ് രാജ്യത്തിനുള്ളത്. ഇതാണ് അമിത്ഷായുടെ RSSന്റെയും മോദിയുടെയും എല്ലാം നിലപാട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. RSSന്റെ രൂപീകരിച്ചതിന്റെ 100ാം വാർഷികമാണ് 2025 എന്ന് പറയുന്നത്. വലിയ പദ്ധതികൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. ആ പദ്ധതിയൊക്കെ പൊളിഞ്ഞുപോയി. ആ പദ്ധതികളെല്ലാം ഇല്ലാതായി. അത് ജനങ്ങളുടെ വിജയമാണ്, ജനങ്ങളുടെ രാഷ്ട്രീയ വിജയമാണ്. അതുകൊണ്ട് BJPയുടെ ആപത്ത് കുറഞ്ഞു നമ്മൾ കാണാൻ വേണ്ടി കഴിയില്ല. BJPയുടെ ആപത്ത് കുറഞ്ഞു എന്ന് മാത്രമല്ല, അധികാരം അവരുടെ കയ്യിലുണ്ട്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ ഛിന്നഭിന്നമാക്കാനുള്ള, നമ്മുടെ നാടിനെ തകർക്കാനുള്ള, വർഗീയപരമായി വിഭജിക്കാനുള്ള എല്ലാ നീക്കങ്ങളും അവർ ഇനിയും നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് രാജ്യത്തിലെ മതേതരവാദികളുടെ, മതവിശ്വാസികളുടെ, ജനാധിപത്യവാദികളുടെ, മനുഷ്യസ്നേഹികളുടെ, ദേശാഭിമാനികളുടെ, ഇടതുപക്ഷ പ്രസ്ഥാനക്കാരുടെ എല്ലാം ചുമതല, കടമ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഈ വർഗീയവാദികൾക്കെതിരായിട്ട് സന്ധിയില്ലാത്ത, വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങൾ നമുക്ക് സംഘടിപ്പിക്കേണ്ടതുണ്ട്. ആ പോരാട്ടങ്ങളിലൂടെ മാത്രമേ രാജ്യത്തെ നിലനിർത്താൻ വേണ്ടി കഴിയൂ എന്ന് നമ്മുടെ അനുഭവങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. വലിയ പോരാട്ടങ്ങളുടെ നാടാണ് ഈ കേരളം. കേരളം എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രദേശമായി മാറിയിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. 1947 മുതൽ 57 വരെ കേരളത്തിൽ ഇന്ത്യയിൽ എവിടെ നോക്കിയാലും കോൺഗ്രസ് ആയിരുന്നു. 1920 ലാഹോർ കോൺഗ്രസ് പ്രമേയം കൃഷിഭൂമി കൃഷിക്കാരൻ എന്നായിരുന്നു. ജവഹർലാൽ നെഹ്റു തന്നെ പ്രധാനമന്ത്രിയായിട്ടും അത്തരം ഒരു ആ പ്രമേയം നടപ്പിലാക്കാനുള്ള ഒരു ചെറുവിരൽ പോലും ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന നിലക്കും പല കാര്യങ്ങളിലും ജവഹർലാൽ നെഹ്റുവോട് നമുക്ക് നല്ല യോജിപ്പുണ്ട്. നല്ല മതേതരവാദിയായിരുന്നു. ആ കാര്യത്തിലൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പോരാടി ശ്രമിച്ചതേയില്ല. ഇന്ത്യയിൽ കോൺഗ്രസിന്റെ അധികാര കുത്തക ആദ്യം തകർക്കുന്നത് നമ്മുടെ പാർട്ടിയുടെ നേതൃത്വത്തിലാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലാണ്. കേരളത്തിലാണ് 57 കോൺഗ്രസിന്റെ അധികാര കുത്തക ആദ്യം ചോദിക്കുന്നത്. 2 വർഷമേ നമുക്ക് ഭരിക്കാൻ വേണ്ടി കഴിഞ്ഞുള്ളൂ. ഭൂരിപക്ഷം ഉണ്ടായിട്ട് ആ ഗവൺമെന്റിനെ പിരിച്ചുവിട്ടു. ഇന്ത്യയിൽ ആദ്യമായി 356 വകുപ്പ് പ്രയോഗിക്കുന്നത് കേരളത്തിലാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഭൂരിപക്ഷമുണ്ട്. അച്ഛനും മകളും കൂടി, അച്ഛൻ പ്രധാനമന്ത്രി, മകൾ ഇന്ദിരാഗാന്ധി കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷ, രണ്ടുപേരും കൂടി ചേർന്ന് ഈ ഗവൺമെന്റിനെ പിരിച്ചുവിട്ടു. തെറ്റായ രീതിയിൽ സമരം സംഘടിപ്പിച്ചു. ആ സമരത്തിന് സാമ്രാജ്യ ശക്തികളുടെ പിന്തുണയുണ്ടായിരുന്നു. അമേരിക്കക്കാരുടെ കാശുണ്ടായിരുന്നു. ആ കാശ് വാങ്ങിയിട്ടായിരുന്നു വയലാർ രവിയും AK ആന്റണിയും വിമോചന സമരം സംഘടിപ്പിച്ചതെന്ന് അന്നത്തെ അമേരിക്കയുടെ സ്ഥാനപതിയായിട്ടുള്ള മൊയ്നി ഖാൻ അദ്ദേഹത്തിന്റെ ജീവചരിത്ര കുറിപ്പുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അന്ന് തൊട്ട് ആരംഭിച്ചതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായ സമരം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. സഖാക്കളെ, 2 വർഷമേ ഉണ്ടായിരുന്നുവെങ്കിലും രാജ്യത്തിന്റെ ബദൽ നയങ്ങൾ, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥക്കെതിരായിട്ടുള്ള ജനപക്ഷത്തു നിന്നുകൊണ്ടുള്ള ബദൽ നയങ്ങൾ ആ ഗവൺമെന്റ് ആവിഷ്കരിക്കാൻ വേണ്ടി ശ്രമിച്ചു. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി, ഈ കേരളം കണ്ട ഏറ്റവും വലിയ വിചക്ഷണനായുള്ള വിദ്യാഭ്യാസ മന്ത്രി, ആ വിദ്യാഭ്യാസ മന്ത്രി പുതിയ വിദ്യാഭ്യാസ നിയമം കൊണ്ടുവന്നു. ആ നിയമം നിക്ഷിപ്ത താല്പര്യക്കാരായ, വിദ്യാഭ്യാസ കച്ചവടക്കാരായ ജാതി മത ശക്തികളെ പ്രകോപനം കൊള്ളിച്ചു. അവരായിരുന്നു ആ സമരത്തിന് പിന്നുണ്ടായിരുന്നത്. ആ ഗവൺമെന്റിനെ പിരിച്ചുവിട്ടു. ഒരു ഗവൺമെന്റിനെ പിരിച്ചുവിട്ടെങ്കിൽ അവന്റെ ബാക്കി പത്രം എന്തായിരുന്നു? ഈ കേരളത്തിലെ ജനങ്ങൾക്ക് മക്കളെ പഠിപ്പിക്കണമെന്ന പൊതുബോധമുണ്ടാക്കി. പഴയതുപോലെ നമ്മൾ ആരും വീടുകളിൽ കയറി പറയണ്ട മക്കളെ പഠിപ്പിക്കണം എന്നുള്ളത്. ആ പൊതുബോധമുണ്ടാക്കിയ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന്റെ ബാക്കി പത്രമാണ് വിജയമായിരുന്നു. അത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അധികാര വികേന്ദ്രീകരണത്തിന്റെ ആദ്യ നാളുകൾ അതിൽ തുടങ്ങി. ആ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഭൂപരിഷ്കരണം, EMS 1957 ഏപ്രിൽ 5 EMS കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് അധികാരമേൽക്കുന്നു. 1957 ഏപ്രിൽ 15 കൃത്യം 5ാം ദിവസം ആദ്യത്തെ ഗവൺമെന്റ് ഉത്തരവ്. ആ കാലഘട്ടങ്ങളിൽ അതിന് ജിയോ എന്ന് പറയുന്ന ഒരു ഡിഗ്രി എന്നാ പറയുക. ആ ഗവൺമെന്റ് ഉത്തരവ് EMS ഒപ്പിട്ട് അവതരിപ്പിക്കുകയാണ് ഇനി ആരെയും കുടിയൊഴിപ്പിക്കാൻ പാടില്ല എന്നുള്ളത്. ഭൂപരിഷ്കരണത്തിന്റെ ആദ്യ നടപടിയായിരുന്നത്. 2 വർഷമേ നമുക്ക് ഭരിക്കാൻ വേണ്ടി കഴിഞ്ഞുള്ളൂ. ആ 2 വർഷം കൊണ്ട് അത്ഭുതം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. നമ്മൾ നടത്തിയുള്ള പ്രക്ഷോഭങ്ങളുടെ ബാക്കി പത്രം നിലക്ക് 1956 തൃശ്ശൂരിൽ ചേർന്നിട്ടുള്ള പാർട്ടി സംസ്ഥാന സമ്മേളനം അംഗീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ ഗവൺമെന്റ് പ്രവർത്തിച്ച് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പ്രക്ഷോഭങ്ങളുടെ നാടാണ് ഈ കേരളം.
ആ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് കേരള മോഡൽ എന്ന് ലോകമാകെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പുതിയ വികസന നയത്തിന്, രാഷ്ട്രീയ സംസ്കാരത്തിന്, രാഷ്ട്രീയ സാമൂഹ്യ മുന്നേറ്റത്തിന് കേരളം സാക്ഷ്യം വഹിച്ച് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. 67 വീണ്ടും EMS ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നു. ഒരു ദിവസം രാത്രി കിടന്നുറങ്ങിയ ആൾക്കാർ പിറ്റേന്ന് രാവിലെ എണീച്ചു നോക്കിയപ്പോൾ ഒരു നയാ പൈസയുടെ ചെലവില്ലാതെ ഈ കേരളത്തിൽ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയതിന്റെ ഫലമായി 36 ലക്ഷം ആൾക്കാർക്ക് ഭൂമിയുടെ ഉടമസ്ഥന്മാരായി മാറി. ഭൂമി ജന്മിത്വം അവസാനിപ്പിക്കുകയാണ് കേരളത്തിലെ ഗവൺമെന്റ്. നേരത്തെ പറഞ്ഞല്ലോ, കോൺഗ്രസ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ വിളിച്ച മുദ്രാവാക്യം ബോധപൂർവ്വം മാറ്റിവെച്ചു. നമ്മൾ ആ മുദ്രാവാക്യങ്ങൾ ഏറ്റവും ശരിയായ രീതിയിൽ നടപ്പിലാക്കാനുള്ള ശ്രമം ആരംഭിച്ചു. നമ്മൾ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നു. KR ഗൗരിയമ്മ ആ നിയമം നടപ്പിലാക്കി. പക്ഷേ ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് ഒപ്പിടുന്നില്ല. ഈ രാജ്യം കണ്ട ഏറ്റവും ഐതിഹാസികമായ പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിച്ച പ്രക്ഷോഭമായിരുന്നു പിന്നീട് കേരളത്തിൽ നടന്നിരുന്നത്. വടക്കുനിന്ന് സഖാവേഖിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ പാർലമെന്റിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്, പാവങ്ങളുടെ പടത്തലവൻ എന്ന് വിശേഷിപ്പിക്കുന്ന സഖാവേഖിയുടെ നേതൃത്വത്തിൽ ഒരു ജാഥ ആരംഭിച്ചു. തെക്കുനിന്ന് കേരളത്തിന്റെ സമരനായകനും ഇന്നും നമ്മോടൊപ്പം ജീവിച്ചിരിക്കുന്ന സഖാ VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ മറ്റൊരു ജാഥയും ആരംഭിച്ചു. 2 ജാഥകളും ആരംഭിച്ച് 1969 ഡിസംബർ മാസം 14-ാം തീയതി ആലപ്പുഴയിൽ സംഗമിക്കുകയാണ്. 5 ലക്ഷം ഭൂരഹിതരാണ് അതിൽ പങ്കെടുത്തിരിക്കുന്നത്. 5 ലക്ഷം ഭൂരഹിതർ. ഇന്നത്തെ പോലെയുള്ള യാത്രാ സൗകര്യങ്ങളില്ല. ഇന്നത്തെ പോലെയുള്ള വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ പോലും പ്രക്ഷോഭം ജനങ്ങളുടെ ഉത്സവമാണെന്ന് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞുകൊണ്ടായിരുന്നു ആ സമരത്തിലേക്ക് ആളുകൾ ഓടിക്കൂടിയെന്ന് കാണാൻ വേണ്ടി കഴിയും. ആ ജനസമുദ്രത്തെ നോക്കി പാർട്ടിയുടെ കേന്ദ്ര നേതാക്കളെല്ലാം അവിടെ സന്നിഹിതരായിരുന്നു. അത്യുജ്വലമായ പ്രക്ഷോഭമായിരുന്നു. ആ ജനസമുദ്രത്തെ നോക്കി AKG പറഞ്ഞു, ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് സൗകര്യമുണ്ടെങ്കിൽ ഒപ്പിടട്ടെ. ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് ഒപ്പിട്ടാലും ഇല്ലെങ്കിലും 1970 ജനുവരി മാസം 1-ാം തീയതി ഈ നിയമം പ്രഖ്യാപിച്ചതായി, നടപ്പിലാക്കിയതായി, ഈ നിയമം പ്രാബല്യത്തിൽ വന്നതായി ജനങ്ങൾ പ്രഖ്യാപിക്കുന്നു എന്നായിരുന്നു AKG പറഞ്ഞിരുന്നത്. അതുണ്ടാക്കിയ സാമൂഹ്യ മാറ്റം എത്രമാത്രം വലുതാണ്. ഈ കേരളത്തിൽ 18 പേർ, നിങ്ങൾക്കും എനിക്കും ഭൂമി കിട്ടാൻ വേണ്ടി ഭാർഗവി ഉൾപ്പെടെയുള്ള 18 പേർ ഈ കേരളത്തിൽ രക്തസാക്ഷികളായി. ജന്മിമാർ കൊന്നു, പോലീസുകാർ കൊന്നു. അങ്ങനെയാണ് നിങ്ങൾക്കും എനിക്കും ഭൂമി കിട്ടിയിരുന്നത്. 15 ഏക്കർ കഴിഞ്ഞുള്ള ബാക്കി ഭൂമിയെല്ലാം സർക്കാരിന്റെ ഭൂമിയായി മാറി. കോർട്ട് ഫീസ് സ്റ്റാമ്പ് പോലും ഒട്ടിക്കാതെ വെള്ളക്കടലാസിൽ അപേക്ഷ കൊടുത്ത് ഭൂമിയുടെ ഉടമസ്ഥരായി മാറി. പ്രക്ഷോഭങ്ങളുടെ ബാക്കി പത്രമാണത്, സമരങ്ങളുടെ ബാക്കി പത്രമാണ് അത്. ഭൂമിയില്ല എന്ന് പറഞ്ഞ് തലയ്ക്ക് കൈയും കൊടുത്ത് വീട്ടിലിരിക്കുകയല്ല നമ്മൾ ചെയ്തിരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഉജ്ജ്വലമായ സമരത്തിന് നേതൃത്വം കൊടുക്കുകയായിരുന്നത്. അതാണ് കേരളത്തിന്റെ ചരിത്രം, അതാണ് കേരളത്തിന്റെ മുന്നേറ്റം. അങ്ങനെയാണ് കേരളം മാറിയിരിക്കുന്നത്. ഈ കേരള ചരിത്ര വികാസത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാറ്റി നിർത്തി ഒരു മുരത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന് പോലും കേരളത്തിന്റെ ചരിത്രം എഴുതാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ ജനങ്ങളുമായി ചേർന്ന് നിൽക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും ജനങ്ങളുടെ ഒപ്പമാണ്. ജനങ്ങൾക്ക് വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരോടൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടി എന്ന നിലക്കാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നമുക്കെതിരായിട്ട് എന്തെല്ലാം ആക്ഷേപങ്ങളാണ് ഉയർന്നു വരുന്നത്. മാധ്യമങ്ങൾ എന്തെല്ലാമാണ് നമ്മളെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രിയെ പിണറായി വിജയനെ കുറിച്ച് സ്വർണ്ണ കള്ളക്കടത്തുകാരനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള എന്തെല്ലാം പ്രചാരവേലകൾ നാട്ടിൽ നടത്തി. മാധ്യമങ്ങൾ അതെല്ലാം ഏറ്റുപാടിയില്ലേ? കേരളത്തിലെ മാധ്യമങ്ങളാണ് ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കാൻ ജനങ്ങളെ നയിക്കുന്നതെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നേ തകർന്നു പോയിരുന്നേ. മാധ്യമങ്ങളല്ല, ജനങ്ങളുടെ അനുഭവമാണ്, അനുഭവ സാക്ഷ്യമാണ് ഒരു രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജനങ്ങൾക്കിടയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത്. അതിൽ ചില കുറവുകൾ നമുക്ക് സംഭവിക്കുന്നുണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിൽ. ആ കുറവുകൾ പരിഹരിക്കുക എന്നല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. അതിനുവേണ്ടിയുള്ള നല്ല പരിശ്രമം നടത്താൻ വേണ്ടി കഴിയണം, നല്ല മാറ്റങ്ങൾ നടത്താൻ വേണ്ടി കഴിയണം. അതിനുവേണ്ടി നമ്മൾ തന്നെ പാർട്ടി തന്നെ സ്വയം നവീകരിക്കണം, നല്ലപോലെ നമ്മുടെ പാർട്ടിയെ വിപുലീകരിക്കണം. അതെല്ലാം ഈ പാർട്ടി കോൺഗ്രസും കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതാണ്. എങ്ങനെയാണ് ഇന്ത്യയിലെ പാർട്ടിയെ കൂടുതൽ മുന്നേറാൻ വേണ്ടി കഴിയുക, അതെല്ലാം പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യുന്ന വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. സ്വാഭാവികമായിട്ടും പാർട്ടി കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കുന്ന കരട് രാഷ്ട്രീയ പ്രമേയം നമ്മളൊക്കെ ചർച്ച ചെയ്ത് അതിനെ സമ്പുഷ്ടമാക്കാനുള്ള സംഭാവനകൾ ഓരോ കമ്മ്യൂണിസ്റ്റുകാരും നൽകാൻ വേണ്ടി കഴിയണം. ഓരോ വ്യക്തിക്കും കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി കഴിയും. ഓരോ തീരുമാനവുമാണ് നാടിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം മൗണ്ട് ബാറ്റൻ പ്രഭു അദ്ദേഹം അവസാനത്തെ അദ്ദേഹം എഴുതിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് ഗാന്ധിജിയെ കുറിച്ചായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, പഞ്ചാബിൽ, ഡൽഹിയിൽ, കൽക്കട്ടയിൽ ഒക്കെ വലിയ വർഗീയ കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പഞ്ചാബിൽ 55,000 സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട് വർഗീയ കലാപം അടിച്ചമർത്താൻ വേണ്ടി. പക്ഷെ സൈന്യത്തിനൊന്നും ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല. അപ്പോഴാണ് മഹാത്മാഗാന്ധി അവിടെ നിരാഹാരം ആരംഭിച്ചു. ആളുകളുടെ തമ്മിൽ തല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു, നമ്മൾ സഹോദരങ്ങളാണെന്ന് പറഞ്ഞു, ഒരുമിച്ച് നിൽക്കണമെന്ന് പറഞ്ഞു. ആ സമരത്തിന് ഒരാൾ ആരംഭിച്ച സമരത്തിന് അപ്പൊ ശരിയായ ഒരു കാര്യം മുന്നോട്ട് വെച്ചാൽ ആളുകൾ അതിന്റെ കൂടെ കൂടും. നമ്മൾ പറയുന്നത് ശരിയായിരിക്കണം, അതിനകത്ത് കാപട്യം ഉണ്ടാകാൻ വേണ്ടി പാടില്ല.
ആളുകൾക്ക് തോന്നണം ഞങ്ങൾക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സവിശേഷതയും പ്രത്യേകതയും. ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് ഈ നാട്ടിലെ ഓരോ സാധാരണക്കാരന്റെയും ഉത്തരവാദിത്വമാണ്, ചുമതലയാണ്. ആ കാര്യങ്ങളാണ് നമുക്ക് നിർവഹിക്കാൻ വേണ്ടി കഴിയുക. ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു രാജ്യത്തിന്റെ ചരിത്രം ഉണ്ടാക്കുന്നത് നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളാണ്. ആ ജനങ്ങളുടെ ഭാഗത്തു നിന്നുകൊണ്ട് അവിടെയാണ് വലിയ ആദിവാസി പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നത്. ആ പ്രക്ഷോഭത്തിൽ 1476 ആദിവാസികൾ ജയിലിൽ കടന്നു. സമാനതകളില്ലാത്ത സമരമായിരുന്നു അത്. അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ചായിരുന്നു ജയിലിൽ കടന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ വയനാട്ടിൽ നിന്ന് ആളുകളെ കൊണ്ടുപോയപ്പോൾ അച്ഛനും അമ്മയും കുട്ടികളും ഒക്കെ ഒരുമിച്ച്, ആദിവാസികൾക്കറിയില്ല, അവർ വിചാരിച്ചു അങ്ങോട്ട് പോയപ്പോൾ ആ സമരത്തിലെല്ലാം അവിടെ പോയപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് താമസിക്കാതെ, അവിടെ ചെന്നപ്പോൾ സ്ത്രീകളെല്ലാം വേറെ മാറ്റി. അപ്പോൾ ഒരു ബഹളം ഉണ്ടാക്കി, ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ജയിലിൽ നിയമം അത് അനുവദിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് കുട്ടികളെയും സ്ത്രീകളെയും ഒരു ഭാഗത്തേക്ക് മാറ്റി. അവർ ജാമ്യം എടുക്കാൻ വേണ്ടി തയ്യാറായില്ല. സമാനതയില്ലാത്ത ഒട്ടേറെ അനുഭവങ്ങൾ ആ സമരത്തിലുണ്ട്. സുൽത്താൻ ബത്തേരി മജിസ്ട്രേറ്റ് മുഹമ്മദ് ഷഫീഖ് ഇവർ ജാമ്യം എടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ മജിസ്ട്രേറ്റ് നേരിട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് പോയി നിങ്ങൾ സ്വന്തം ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുന്നു പറഞ്ഞു. ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു സംഭവമാണ്. സ്വന്തം ജാമ്യത്തിൽ വിട്ടയക്കുക, ആര് ജാമ്യം എടുക്കാനൊന്നും തയ്യാറാണ്. അവർ വീണ്ടും സമരഭൂമിയിലേക്ക് വന്നു. അവിടെ വീണ്ടും സമരം ചെയ്തു. അങ്ങനെയാണ് 2006 ആദിവാസി വനാവകാശ നിയമം വനാവകാശ FRA എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഫോറസ്റ്റ് റൈറ്റ് ആക്ട് വരുന്നു. ഫോറസ്റ്റ് റൈറ്റ് ആക്ട് വന്നപ്പോൾ 2009 അന്നത്തെ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സുഖാവ് VS അച്യുതാനന്ദനും അന്നത്തെ പട്ടികവർഗ വകുപ്പ് മന്ത്രിയായിട്ടുള്ള സുഖാവ് AK ബാലേട്ടനും കൂടി വയനാട്ടിൽ വന്ന് CK ജാനുവിന്റെ അമ്മയ്ക്ക് ആദ്യത്തെ ഭൂമിയുടെ രേഖ നൽകി. ഉജ്ജ്വലമായ പ്രക്ഷോഭത്തിന്റെ ബാക്കി പത്രമാണ് അത്. അറസ്റ്റ് ചെയ്യാമെന്ന പോലീസുകാരെല്ലാം അന്ന് ആദിവാസികൾക്ക് മുഖ്യമന്ത്രിയോടൊപ്പം വന്ന് രേഖകൾ കൊടുക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തി. ഇങ്ങനെയാണ് ചരിത്രം മാറ്റുക. ചരിത്രം നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ആ ചരിത്രം നമ്മൾ ഉണ്ടാക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് അതിൽ വലിയ പങ്കുണ്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നിങ്ങൾ നോക്കൂ, മഹാരാഷ്ട്രയിലെ വിദർഭയിൽ, ആന്ധ്രയിലെ അനന്തപൂർ, കേരളത്തിലെ വയനാട് കർഷക ആത്മഹത്യയായിരുന്നു. വേറൊരു രക്ഷയുമില്ല, കർഷകർ ആത്മഹത്യ ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കർഷക പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ആത്മഹത്യ അല്ല പരിഹാര മാർഗം, പോരാട്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രക്ഷോഭം ആരംഭിച്ചു. ആ പ്രക്ഷോഭത്തിന്റെ ബാക്കി പത്രമായിരുന്നു കേരളം നടപ്പിലാക്കിയുള്ള കാർഷിക കടാശ്വാസ നിയമം. ഇങ്ങനെയാണ് നാട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയുക. ഇങ്ങനെയാണ് കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി കഴിയുക. അതുകൊണ്ട് നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി കഴിയണം. നമ്മൾ ജനങ്ങളുടെ ശരിയായ പക്ഷത്ത് നിൽക്കാൻ വേണ്ടി കഴിയണം. അവരെ ശരിയായ രാഷ്ട്രീയത്തിലേക്ക് നയിക്കാൻ വേണ്ടി കഴിയണം. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്നത്തെ രീതിയിൽ എല്ലാ പ്രതിസന്ധികളും നമ്മളെ നേരെയാണ്. എല്ലാവരും കൂടി നമ്മളെ ആക്രമിക്കുകയാണ്, വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. നമ്മളെ തർക്കാനുള്ള പരിശ്രമത്തിലാണ്. അമേരിക്കക്കാരുടെ കാശുണ്ടതിനകത്ത്, BJPയുടെയും RSSന്റെയും കാശുണ്ടതിനകത്ത്, അല്ലെങ്കിൽ അവരുടെ സംഭാവനകളുള്ളതിനകത്ത്, അതിനെല്ലാം നേരിട്ട് നിൽക്കുകയാണ്. ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ RSS ശാഖയുള്ള സംസ്ഥാനം കേരളമാണ്. 5245 RSSന്റെ ശാഖയുണ്ട്. ഉത്തർപ്രദേശിൽ അത്രയില്ല, ഗുജറാത്തിൽ അത്രയില്ല. ഇത്ര ശാഖയുണ്ടായിട്ടും RSSന്റെ രാഷ്ട്രീയം കേരളത്തിൽ ക്ലച്ച് പിടിക്കുന്നില്ല. അതാണ് ദേശീയം, വേറൊന്നുമല്ല. അതുകൊണ്ടാണ് 54,000 കോടി രൂപ നമുക്ക് തരാനുള്ളത് തരാതിരിക്കുന്നത്, ഒരു നയാ പൈസ തരില്ല എന്ന് പറയുന്നത്. അതാണ് തെറ്റായ കാര്യം. ഇന്ന് ഹൈക്കോടതി ചോദിച്ചല്ലോ, ബേബി സഖാവ് നേരത്തെ കൂടെ പറഞ്ഞു, ഞാൻ ആവർത്തിക്കുന്നേ ഇല്ല. ഹൈക്കോടതി ചോദിച്ചല്ലോ 2018 പ്രയത്ന കാശത്തിന് ഇപ്പൊ ചോദിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച തമിഴ്നാട്ടിൽ കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടായല്ലോ. തമിഴ്നാട്ടിൽ 944 കോടി രൂപ കൊടുത്തല്ലോ. കേന്ദ്ര സംഘം വന്നോ? തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ പ്രത്യേക മെമ്മോറാണ്ടം തയ്യാറാക്കി കൊടുത്തോ? ഒന്നും ചെയ്തില്ലല്ലോ. കൊടുത്തേ നമുക്ക് സന്തോഷം. പ്രത്യേകിച്ച് തമിഴ്നാടിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷം. സമാനതകളില്ലാത്ത നല്ല പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റാണ് സ്റ്റാലിന്റെ ഗവൺമെന്റ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. വർഗീയവാദികളുമായിട്ട് വിട്ടുവീഴ്ചാത്ത ഒരു ഗവൺമെന്റാണ് നമുക്കൊക്കെ അറിയാം. ആർക്കും കൊടുക്കട്ടെ. ത്രിപുരയ്ക്ക് കൊടുത്തു 40 കോടി, നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ആന്ധ്രയ്ക്കും തെലങ്കാനയ്ക്കും കൊടുത്തു 3448 കോടി. കേരളത്തിൽ മാത്രമില്ല. പ്രധാനമന്ത്രി വയനാട്ടിൽ വന്നു. ഞങ്ങളെല്ലാം വിചാരിച്ചു അന്ന് ചാനൽ മുഴുവൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം മാത്രമായിരുന്നു വാർത്ത. അപ്പൊ നമ്മൾ വിചാരിച്ചു പ്രധാനമന്ത്രി രാഷ്ട്രീയം RSSകാരനൊക്കെ ആണെങ്കിലും മനുഷ്യ സ്നേഹമുണ്ട്. വന്നല്ലോ. ആദ്യം വ്യോമ നിരീക്ഷണം നടത്തി, പിന്നീട് നേരിട്ട് ആ പ്രദേശങ്ങളിലേക്ക് റോഡ് മാർഗം പോയി, ആശുപത്രിയിൽ പോയി ഒരു കുട്ടി പ്രധാനമന്ത്രിയുടെ താടിയൊക്കെ ഇങ്ങനെ വലിച്ചുഴയ്ക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഖാക്കളെ, അത് DYFI മേഖലാ പ്രസിഡന്റ് ആയിട്ടുള്ള ഷാജഹാന്റെ മകളാണ്. ഷാജഹാൻ മരിച്ചുപോയി. ഷാജഹാന്റെ മൂത്ത മകൾ മരിച്ചുപോയി. ഈ കുട്ടിയും കുട്ടിയുടെ അമ്മ മാത്രമാണ് ബാക്കിയായിരിക്കുന്നത്. അവിടുത്തെ DYFI ആണ് അവരെ കൊണ്ട് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ DYFI പ്രസ്ഥാനമാണ് വയനാട്ടിലെ. ആ ഷാജഹാന്റെ മകളാണ്. ഒരു നയാ പൈസ ഒന്നുമില്ലല്ലോ. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് മോദിക്ക് ഒരു ആൾരൂപമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, മനുഷ്യഗണത്തിൽപ്പെട്ട ആളല്ല, മാനുഷ്യ നിലപാടില്ല, മനുഷ്യത്വമില്ല എന്ന് നാടിനാകെ മനസ്സിലായത് അപ്പോഴാണ്. നമ്മൾ നോക്കൂ, എത്രമാത്രം പകയോടാണ് പെരുമാറുന്നത്.
പകയ്ക്ക് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് പിണറായി വിജയൻ എന്നുള്ളത് മാത്രമാണ്, വേറെ ഒന്നുമില്ല. അവര് തമ്മിൽ വേറെ തർക്കമൊന്നുമില്ലല്ലോ, വ്യക്തി തർക്കമൊന്നുമില്ലല്ലോ. സഖാവ് പിണറായി നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ ഗവൺമെന്റ്, സഖാവ് അബ്ദുറഹ്മാൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ മന്ത്രിമാർ ഉൾപ്പെടുന്ന ഈ ഗവൺമെന്റ്, ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്നത് CPM ആണ്. CPM-നോട് RSS-ന് ഒടുങ്ങാത്ത പകയുണ്ട്. ആ പകയുണ്ടെന്നുള്ളത് കൊണ്ട് രാഷ്ട്രീയ വിവേചനം കാണിക്കുകയാണ്. കേരളത്തിലെ ഗവൺമെന്റ് എന്തെങ്കിലും കാണിച്ചോ രാഷ്ട്രീയ വിവേചനം? നമ്മൾ കാണിച്ചോ? ആ ഉരുൾപൊട്ടലുണ്ടായ സംഭവങ്ങൾ പോലും വലിയ സന്നദ്ധ സേവന പ്രവർത്തനത്തിന്റെയും രാഷ്ട്രീയ പ്രവർത്തനമാക്കി മാറ്റുകയായിരുന്നു കേരളത്തിലെ ഗവൺമെന്റ് ചെയ്തിരുന്നത്. ജൂലൈ 30-നാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. രാത്രി 1 മണിക്ക് 2 മണിയാകുമ്പോഴേക്ക് എന്റെ വീട്ടിൽ നിന്ന് 25 കിലോമീറ്റർ ദൂരെയാണത്. 2 മണിയാകുമ്പോഴേക്ക് ഞങ്ങൾക്കൊക്കെ വിവരം കിട്ടി. 3-3:30 ആയപ്പോഴേക്ക് ഞങ്ങൾ അവിടെ എത്തി. അവിടെയുള്ള സഖാക്കളും ഞങ്ങളെല്ലാം അവിടെ എത്തി. ഉദ്യോഗസ്ഥരും എത്തി, ഞങ്ങൾ മാത്രമൊന്നുമല്ല, എല്ലാവരും എത്തി. നാടിന്റെ പൊതുഭാഗമാണ്. ഞാൻ ആദ്യം വിളിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അവിടെ ചെന്നപ്പോൾ 3:30-ക്ക് സഖാവ് ഫോൺ എടുത്തിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അന്ന് കിട്ടിയ ഒരു പ്രാഥമിക വിവരം അനുസരിച്ച് ഞങ്ങളെ പോയപ്പോൾ കണ്ട കാഴ്ചയെല്ലാം വളരെ ഭയാനകമാണ്. ഹൈസ്കൂളിന് മുമ്പാകെ മൃതദേഹങ്ങൾ കൂടിക്കിടക്കുകയാണ്. അത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ മുഖ്യമന്ത്രിയെ വിളിക്കുന്നത്. അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞു, അത്ര ഗൗരവമുള്ള കാര്യമാണെങ്കിൽ മന്ത്രിമാരെ അങ്ങോട്ട് അയക്കാം, ഇന്ന് തന്നെ 3 മന്ത്രിമാരെ അങ്ങോട്ട് അയക്കാം. അതിനുശേഷം പിന്നീട് അവിടുത്തെ സഖാക്കളെല്ലാം പറഞ്ഞത് ആ സംഭവ ശേഷം പിന്നീട് മുഖ്യമന്ത്രി ഉറങ്ങാതെ ഈ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്നാണ്. അത് അവിടുത്തെ സഖാക്കൾ നമ്മൾ പറഞ്ഞാണ്. ആ ഫോൺ വിളിക്ക് ശേഷം എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രി അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞത്. നമ്മൾ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം കൊടുത്തില്ല. അവിടെ BJP-കാരുടെ വിചാരിച്ച് മാറ്റി നിർത്തിയോ ആരെങ്കിലും? അവിടെ ലീഗുകാരുടെ വിചാരിച്ച് ആരെങ്കിലും മാറ്റി നിർത്തിയോ? നമ്മൾ ജനങ്ങളെ ചേർത്ത് പിടിക്കുകയായിരുന്നില്ലേ? അതല്ലേ കേരളത്തിന്റെ സംസ്കാരം? ജാതി മത വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കുകയായിരുന്നില്ലേ? അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ കേരളത്തിലെ രക്ഷാപ്രവർത്തനത്തെ അഭിനന്ദിച്ചില്ലേ? ഈ കൊച്ചു സംസ്ഥാനത്തിന്റെ ഒരു ചെറിയ ജില്ലക്കകത്ത് നടന്ന കാര്യങ്ങൾ പോലും ലോകം ശ്രദ്ധിച്ചില്ലേ? അതിനുശേഷം ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ വന്നു. അദ്ദേഹം അവിടെ നേരിട്ട് സന്ദർശിച്ചു. അദ്ദേഹം പറഞ്ഞു നല്ല രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി കഴിഞ്ഞു എന്ന്. ടൗൺഷിപ്പ് പണിയണം, ഈ ഗവൺമെന്റ് ഏറ്റവും പ്രധാന ആഗ്രഹങ്ങളിൽ ഒന്നാണത്. ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അതിനൊരു നയാ പൈസ തരില്ല എന്ന് പറയുകയാണ്. ഇതാണ് വിഷയം. അതിന് തെറ്റായ ന്യായങ്ങൾ പറയുകയാണ്. ഗുണ്ടാ സമരം ശക്തിയാക്കല്ലാതെ വേറെന്താ മാർഗം? വയനാട്ടിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഫെബ്രുവരി 10-15 തീയതികളിൽ ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ രാപ്പകൽ സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ഷാജഹാന്റെ പ്രധാനമന്ത്രിയുടെ താടി ഒഴിഞ്ഞു വീഴ്ച നൈസമ്മോളെ ഉൾപ്പെടെ അങ്ങോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അവരെല്ലാം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ വലിയ പ്രക്ഷോഭമല്ലാതെ വേറെന്താണ് മാർഗം? കരഞ്ഞിരിക്കാൻ വേണ്ടി കഴിയോ? ഇല്ല. പ്രക്ഷോഭത്തിന്റെ ചരിത്രം ചിലപ്പോൾ ആദ്യഘട്ടത്തിൽ വിജയിക്കും. വൈക്കം സത്യാഗ്രഹം ഈ കേരളം കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങളിൽ ഒന്നാണ്. ആ പ്രക്ഷോഭത്തിന് ആദ്യഘട്ടത്തിൽ വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. ആ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഗാന്ധിജി വരുന്നുണ്ട്. ഗാന്ധിജി വരാൻ വേണ്ടി നിന്നപ്പോൾ മനയിൽ എന്നിട്ട് നമ്പൂതിരിയോട് പറഞ്ഞു, ഗാന്ധിജി വരുന്നുണ്ട്, കാണണമെന്ന് പറഞ്ഞു. അപ്പൊ അയാൾ ഉയർന്ന ജാതിക്കാരനാണ്, ബ്രാഹ്മണ കുലത്തിൽപ്പെട്ടവനാണ്. ഗാന്ധിജി വൈശ്യനാണ്, അതുകൊണ്ട് എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നോട്ടെ എന്ന് പറഞ്ഞു. ഗാന്ധിജി മനസ്കനായതുകൊണ്ടും അഹങ്കാരമില്ലാത്ത ആളൊക്കെയായതുകൊണ്ടും അദ്ദേഹം അങ്ങോട്ട് ചെന്നു. അപ്പം നമ്പൂതിരി പറഞ്ഞു, എന്റെ വീട്ടിൽ കയറാൻ പറ്റൂല, കാരണം അയിത്തായി പോകും. കൊണ്ട് മുറ്റത്തൊരു പന്തലുണ്ടാക്കി അവിടെ ഗാന്ധിജിയുമായി സംസാരിച്ചു. അപ്പൊ ഗാന്ധിജി വളരെ ബഹുമാനത്തോടെ അദ്ദേഹത്തോട് ചോദിച്ചു, പാവങ്ങൾക്ക് ഇതിലെ വഴി നടന്നുകൂടെ? അപ്പൊ വൈക്കത്തെ മനയിലെ നമ്പൂതിരിയുടെ മറുപടി എന്തായിരുന്നതോ, അതെല്ലാം നീചജന്മങ്ങളാണ്, അതൊന്നും നല്ല ജന്മങ്ങളല്ല, നീചജന്മങ്ങളാണ്, നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ചരിത്രം തിരുത്തിയത് എങ്ങനെ അറിയോ? ആ മന ഇപ്പോഴ് ചെത്തുതൊഴിലാളി യൂണിയന്റെ CIQ ഓഫീസാണ്. നോക്കൂ എങ്ങനെയാണ് ചരിത്രത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുക. അന്നത് പരാജയപ്പെട്ടിട്ടുണ്ടായിരിക്കും ആദ്യഘട്ടത്തിൽ. വൈക്കം സത്യാഗ്രഹം വിജയമായിരുന്നു, പക്ഷെ സമരം പൂർണ്ണമായിട്ട് വിജയിച്ചിട്ടെല്ലാം അവസാനിപ്പിക്കുന്നത്. അത് ഉയർത്തിയ സന്ദേശം പിന്നീട് ക്ഷേത്രപ്രവേശനത്തിന് എല്ലാവർക്കും കേരളത്തിൽ മുഴുവൻ അംഗീകാരം കിട്ടാൻ നേടിയായി. ഇതാണ് കാരണം. അതുകൊണ്ട് ഈ കേരളം കണ്ടുള്ള നവോത്ഥാന നായകന്മാരുടെ നല്ല ആശയങ്ങൾ ഏറ്റുവാങ്ങിയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നാരായണ ഗുരുവിന്റെ, അതുപോലെ തന്നെ അയ്യങ്കാളിയുടെ, അതുപോലെ തന്നെ വാഗ്ബടാനന്ദന്റെ, അബ്ദുറഹ്മാൻ സാഹിബിന്റെ, ഇവരെല്ലാം നല്ല ആശയങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഏറ്റുപിടിച്ചിരിക്കുന്നത്. അതാണ് കേരളം. കേരളത്തിന് എല്ലാം നേടാനുള്ള മനസ്സുണ്ട്. അതിനുള്ള ഒരു സംസ്കാരം കേരളത്തിൽ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. സ്വമേധയാ ഉണ്ടായതൊന്നുമല്ല, ദൈവത്തിന്റെ നാടായതൊന്നും വിശേഷിപ്പിച്ചുകൊണ്ട് കിട്ടിയതൊന്നുമല്ല. അത് നമുക്ക് കിട്ടിയിട്ടുള്ള ഭ്രാന്താലയം എന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിച്ച കേരളത്തെ ഇങ്ങനെ മാറ്റിമറിച്ചത് ഈ ചെങ്കൊടി പ്രസ്ഥാനമാണ്. ഈ ചുവന്ന കൊടിയും പിടിച്ച് നാടിലെ ഊടുവഴികളിലൂടെയും നഗരത്തിലൂടെയും ഗ്രാമങ്ങളിലൂടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയിട്ടുള്ള നിരന്തരമായ പോരാട്ടങ്ങളുടെ ബാക്കി പത്രമാണ് സുഖാക്കളെ ഇന്നത്തെ ആധുനിക കേരളം. അതിനെയും വികസിപ്പിക്കണം. വൈജ്ഞാനിക കേരളമായി കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. സമരം എന്ന് പറയുന്നത് പിക്കറ്റിങ്ങും ധർണയും ജാഥയും മാത്രമൊന്നുമല്ല. രാഷ്ട്രീയ ഇടപെടൽ പോലും, ഒരു പ്രമേയം പാസ്സാക്കുന്നത് പോലും സമരമാണ്.
ഒരു അഭിപ്രായം പറയുന്ന പോലും സമരമാണ്. അതാണ് കേരളത്തിലെ ഗവൺമെന്റ് എറണാകുളത്ത് ചേർന്നുള്ള CPM പാർട്ടി സംസ്ഥാന സമ്മേളനം, കണ്ണൂർ പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി ആ സംസ്ഥാന സമ്മേളനം ആധുനിക കേരളം EMS ഉണ്ടാക്കിയിട്ടുള്ള ആധുനിക കേരളത്തെ ഇനിയും മാറ്റിമറിക്കേണ്ടതുണ്ട്. നമ്മുടെ ചെറുപ്പക്കാരായ വിജ്ഞാനമുള്ള വൈജ്ഞാനിക സമൂഹമുള്ള നല്ല വിജ്ഞാനമുള്ള ആൾക്കാരെ എല്ലാം ചേർത്ത് പിടിച്ച് കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പുതിയ ചെറുപ്പക്കാർക്കിടയിൽ പാർട്ടിയും ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തന രീതിയിലെല്ലാം അവർക്ക് പലതിലും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയുന്നില്ല. അത് അവരുടെ കുറ്റമൊന്നുമല്ല. അത് നമ്മൾ തിരിച്ചറിയണം. എങ്ങനെയാണ് പുതിയ തലമുറയെ ആകർഷിക്കാൻ വേണ്ടി കഴിയുക, അവരെങ്ങനെയാണ് നമ്മുടെ കൂടെ നിർത്താൻ വേണ്ടി കഴിയുക എന്ന് നമുക്ക് ആലോചിക്കാൻ വേണ്ടി കഴിയണം. നമ്മൾ തന്നെ ഉത്തരം കണ്ടെത്തണം. അല്ലാണ്ട് ചെറുപ്പക്കാരൊന്നും വരുന്നില്ല എന്നല്ല പറയേണ്ടത്. അതെല്ലാം ഓരോ കാലഘട്ടത്തിന്റെ മാറ്റങ്ങളാണ്. ഓരോ കാലഘട്ടവും ഓരോ രീതിയിൽ ജനങ്ങൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ഒക്കെ ചെയ്യും. അപ്പൊ അവരെയും കൂടി എങ്ങനെയാണ് ചേർത്ത് പിടിക്കാൻ വേണ്ടി കഴിയുക, അതാണ് പാർട്ടി സമ്മേളനങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം വളരെ ഗൗരവമായിട്ട് ആലോചിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അത്തരം കാര്യങ്ങളെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ അധികം സംസാരിക്കുന്നില്ല, സഖാവ് ഷാജറും കൂടി സംസാരിക്കാനുണ്ട്. നമ്മുടെ നേതാക്കളായിട്ടുള്ള സഖാക്കൾ ബേബിയും അതുപോലെ തന്നെ പിന്നെ ബിജു കൃഷിയൊക്കെ സംസാരിച്ചതാണ്. സഖാക്കൾക്ക് പോകാനുള്ള സമയമാണെന്നും എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കുന്നേ ഇല്ല. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നാടിന്റെ ഭാവി ജനങ്ങളുടെ കയ്യിലാണ്. ആ ജനങ്ങളെ ചേർത്ത് പിടിക്കാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും ശ്രമിച്ചിരിക്കുന്നത്. ജനങ്ങളാണ് പരമാധികാരികൾ, വേറെ ആരുമല്ല. ഒരു രാജ്യത്തിന്റെ ചരിത്രം ഉണ്ടാക്കുന്നത് പ്രധാനമന്ത്രിയല്ല, ഒരു രാജ്യത്തിന്റെ ചരിത്രം ഉണ്ടാക്കുന്നത് സൈന്യാധിപനല്ല, ഒരു രാജ്യത്തിന്റെ ചരിത്രം ഉണ്ടാക്കുന്നത് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മറ്റാരുമോ അല്ല. ഞാൻ പൊതുവൽക്കരിച്ചാ പറയുന്നത്. ആ ചരിത്രത്തിൽ രാഷ്ട്രീയ ദർശനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി മറ്റു മുഖ്യമന്ത്രിമാരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത്. അതുപോലെ പ്രധാനപ്പെട്ട വിഷയമാണ്. RSSന് കഴിയുന്ന കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ചെയ്യാൻ വേണ്ടി കഴിയുന്നുള്ള വേദന കൊണ്ട് അവർ വർഗീയ ധ്രുവീകരണത്തിന് കേരളത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാസ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലൈൻ ഫോർ സോഷ്യൽ വർക്ക് എന്ന സംഘടനയുടെ പേര്. അവരെന്താ പ്രചരിപ്പിക്കുന്നത് അറിയോ? വളരെ അപകടകരമായ പ്രചരണമാണ്. നമ്മുടെ ശത്രുക്കൾ മുസ്ലിങ്ങളാണ്, അതാണ് അവർ പ്രചരിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഞങ്ങൾ അവിടെയൊക്കെ ഞങ്ങൾക്ക് 2 ജനവിഭാഗങ്ങളും തുല്യരാണ്. അവിടെ 50% ഹൈന്ദവ ജനവിഭാഗങ്ങളാണെങ്കിൽ 50% മുസ്ലിം ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളാണ്. ക്രിസ്ത്യാനികളുടെ അടുത്ത് പറയുക മുസ്ലിങ്ങൾ ആണ് ശത്രുക്കൾ, അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് പല ആനുകൂല്യങ്ങളും അനാവശ്യമായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള തെറ്റായ പ്രചാരവേലകൾ അതിശക്തമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് SDPI ഉണ്ട്. SDPI ജമാഅത്തെ ഇസ്ലാമി 1948 ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള ഘടകം വരുന്നത്. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ വിഭാഗമായിട്ടുള്ള SDPI 2009 അങ്ങനെ ഒരു സംഘടന രൂപീകരിക്കപ്പെടുന്നത്. അവരെല്ലാം ചേർന്ന് നിൽക്കുകയാണ്. RSSും SDPIയും കാസയും കൈകോർത്ത് പിടിക്കുകയാണ്. ഇത് നമ്മൾ അത്ഭുതപ്പെടേണ്ടതുമില്ല. ജമ്മു ആൻഡ് കാശ്മീരിലെ നമ്മുടെ സഖാവാണ്, MLA ആണ് സഖാവ് യൂസഫ് തരിഗാമിയെ പരാജയപ്പെടുത്താൻ ജമാഅത്ത് ഇസ്ലാമിയാണ് മത്സരിച്ചത്. BJP പരസ്യമായ പിന്തുണ കൊടുത്തു. അവർക്ക് യാതൊരു പ്രയാസവുമില്ല. ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്ന RSSന് ജമാഅത്തെ ഇസ്ലാമിയ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞു നടക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി വാദിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയെ പിന്തുണയ്ക്കാൻ യാതൊരു സങ്കോചവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വർഗീയവാദികൾ ചേരും നമ്മളെ പരാജയപ്പെടുത്താൻ. അതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് മണിപ്പൂരിൽ അവർ നടത്തിയിരിക്കുന്നത്. വ്യക്തികളെയും കുക്കികളെയും തമ്മിലടിപ്പിച്ചത് പരസ്പരം വിദ്വേഷം ഉണ്ടാകുന്ന പ്രചരണങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ്. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടത്ര സ്വാധീനമില്ല, അതുകൊണ്ടാണ് വിജയിച്ചത്. കേരളത്തിൽ അത് വിജയിക്കാൻ പോകുന്നില്ല. നമ്മൾ ഓരോരുത്തരും ഇവിടെയുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ സംഭവ വികാസം ഉണ്ടായാൽ നമ്മൾ ഓരോരുത്തരും അതിൻ്റെതായിട്ട് ജാഗ്രതയോടുകൂടി മതസൗഹാർദ്ദത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുകൂടി ഗ്രാമങ്ങളിൽ നമ്മുടെ ബ്രാഞ്ചുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കണം. തുടർഭരണം വീണ്ടും ഉണ്ടായപ്പോൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച രേഖയിൽ പറയുന്നത് ഭൂരിപക്ഷ ജനങ്ങളുടെ പാർട്ടിയാക്കി CPMനെ മാറ്റണം. ഓരോ ബ്രാഞ്ചിലും ഭൂരിപക്ഷ ജനങ്ങളുടെ പാർട്ടിയായിട്ട് നമ്മൾ മാറിയിട്ടില്ല. വലിയ പാർട്ടി നമ്മുടേതാണ്, അത് നമുക്ക് സന്തോഷമുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം നമുക്ക് അടങ്ങിയിരിക്കാൻ സമയമായിട്ടില്ല സഖാക്കളെ. നമുക്ക് ഇനിയും കൂടുതൽ ആളുകളെ നമ്മുടെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയണം. ന്യൂനപക്ഷങ്ങളെ കൂടുതൽ ആകർഷിക്കാൻ വേണ്ടി കഴിയണം. എല്ലാ ജനവിഭാഗങ്ങളെയും ആകർഷിക്കാൻ വേണ്ടി കഴിയണം. നമുക്കെതിരായിട്ടുള്ള തെറ്റായ പ്രചരണങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ പറഞ്ഞു നമ്മൾ ഭൂരിപക്ഷ ജനതയെ വേണ്ടത്ര മാനിക്കാത്തത് കൊണ്ടാണ് തോറ്റുപോയത്. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങൾ പറഞ്ഞു കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ RSSന്റെ കൂടെയാണെന്ന്. ഇത് രണ്ടും ശരിയായ, ഇത് രണ്ടും തെറ്റായ വാദഗതികളാണ്. മാധ്യമങ്ങൾ അവരുടെ ആവശ്യത്തിനനുസരിച്ച് വളച്ചൊടിക്കുകയാണ്. CPM ശരിയായ പാതയിലാണ്. സാധാരണ കേരളത്തിൽ പുറത്തുപോയാൽ നമ്മളൊക്കെ മുദ്രാവാക്യം CPM മാർച്ച് ഓൺ റൈറ്റ് പാത്ത്. നമ്മൾ ശരിയായ പാതയിലാണ്, ശരിയായ നിലയാണ്.
പാലസ്തീൻ വിഷയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനുള്ള അതേ അഭിപ്രായമാണ് CPI എന്ന് പറയുന്ന ഇസ്രയേലിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും. CPI നമ്മുടെ CPI അല്ല, ഇസ്രയേൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇസ്രയേൽ. രണ്ട് പാർട്ടിക്ക് ഒരേ അഭിപ്രായം. ലോകത്ത് എവിടെയെല്ലാം ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കുന്നുണ്ടോ അവരുടെ കൂടെയാണ് നമ്മൾ. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നുണ്ട്, ആ ഹിന്ദുക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്നാണ് നമ്മുടെ PB പ്രമേയം പാസ്സാക്കിയിരിക്കുന്നത്. ചില സ്ഥലത്ത് നമ്മൾ പ്രകടനമെല്ലാം നടത്തുന്നുണ്ട്, പ്രക്ഷോഭങ്ങളിലേക്ക് വരുന്നുമുണ്ട്. ലോകത്തെല്ലായിടത്തും ഈ അനുഭവങ്ങളാണ് നമുക്കുള്ളത്. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സവിശേഷത. ലോകത്തെമ്പാടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ന്യൂനപക്ഷ ജനങ്ങളൊക്കെ ചേർന്ന് നിൽക്കും. അതിനെ മത ചിന്തയായിട്ട് മാറ്റിയെടുക്കേണ്ടതില്ല, അതിനെ രാഷ്ട്രീയമായിട്ട് കാണാൻ വേണ്ടി കഴിയണം. ആ രാഷ്ട്രീയമായി അവതരിപ്പിക്കുന്നതിൽ നമുക്കെന്തെങ്കിലും പോരായ്മയുണ്ടോ നമ്മളും തിരിച്ചറിയണം, അത് വേറെ വിഷയം. നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ജനങ്ങൾക്ക് കൂടി ബോധ്യപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കാനുള്ള മെയ്വഴക്കവും ആവശ്യമായ കാര്യങ്ങളെല്ലാം നമ്മളും ചെയ്യണം, അത് വേറെ കാര്യം. ആ രീതിയിലാണ് നമ്മൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് നമ്മൾ പതറിപ്പോകുന്നു വേണ്ട. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രക്ഷോഭം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഉത്സവമാണ്. പ്രക്ഷോഭം എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവിതമാണ്. ആ ജീവിതത്തെ തൊട്ടറിയുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് സഖാക്കൾ A. കണാരേട്ടനെയും സഖാക്കൾ സുശീല ഗോപാലിനെയും അതുപോലെയുള്ള നിരവധി സഖാക്കൾ നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. സഖാവ് കോടിയേരി ഇല്ലാത്ത ആദ്യത്തെ സംസ്ഥാന സമ്മേളനമാണ് നടക്കാൻ വേണ്ടി, സഖാവ് യെച്ചൂരി ഇല്ലാത്ത പാർട്ടി കോൺഗ്രസ്സാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അവരെല്ലാം മുന്നോട്ട് വെച്ച ആശയങ്ങൾ നടപ്പിലാക്കുക എന്നിരിക്കുന്നത് ജീവിച്ചിരിക്കുന്നവർ എന്ന നിലയ്ക്ക്, കമ്മ്യൂണിസ്റ്റുകാർ എന്ന നിലയ്ക്ക് നമ്മുടെ ചുമതലയാണ്. ആ ചുമതല എന്ന് പറയുന്നത് പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നാണ്, പാർട്ടിയെ കൂടുതൽ ജനങ്ങളിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ്, പാർട്ടിയെ യുവതലമുറയുമായി ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. ഈ സമര പാരമ്പര്യങ്ങളിൽ നിന്ന് അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ CPM-നെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി ജനുവരി 1, 2, 3 തീയതികളിൽ താനൂരിൽ വെച്ച് നടക്കുന്ന CPM-ന്റെ സമ്മേളനം, തുടർന്ന് നടക്കുന്ന വലിയ റാലി, റെഡ് വോളണ്ടിയർ മാർച്ച്, അതിനൊക്കെ കരുത്തു പകരാൻ കഴിയാവുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങളെല്ലാം മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവും നമുക്കിടയിലില്ല. നമുക്കെല്ലാവർക്കും കൂടി ഇത്തരം കാര്യങ്ങളിൽ യോജിച്ച് ഒരുമിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ പ്രവർത്തിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സെമിനാറിൽ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനം.